ഇതാണ് അമ്പൂരിയിൽ പുതിയതായി നിർമ്മിച്ച കുമ്പിച്ചൽ കടവ് പാലം. ഇവിടെ നമുക്ക് ധാരാളം ആൾക്കാരെ കാണാൻ കഴിയും. റീൽസും മറ്റും എടുക്കാൻ വന്നവരാണ് കൂടുതലും. അമ്പൂരി ജനതയുടെ ഏറെ നാളത്തെ സ്വപ്നമായ കുമ്പിച്ചൽ കടവ് പാലം. ഈ പാലം കാണാൻ ഇതിനകം തന്നെ ജനങ്ങളുടെ ഇഷ്ടകേന്ദ്രമായി മാറിയ ഈ പാലം കാണാൻ നിരവധി ആളുകളാണ് ഇപ്പോൾ അമ്പൂരിയിലേക്ക് എത്തുന്നത്. പുതിയ ഒരു വിനോദസഞ്ചാര കേന്ദ്രം ആരംഭിക്കുമെന്ന് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് അറിയിച്ചു. ഇതിനായി 99 ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ഒരു നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും നീളം കൂടിയതും വലിപ്പമേറിയതുമായ പാലമാണ് കുമ്പിച്ചൽ കടവ്. കുമ്പിച്ചൽ കടവ് പാലം യാഥാർത്ഥ്യമായപ്പോൾ 11 ആദിവാസി ഊരുകളിലെ 1000-ലധികം കുടുംബങ്ങൾ ജീവിതകാലം മുഴുവൻ ദൈനംദിന ആവശ്യങ്ങൾക്കായി വൻകരകളിലെത്താൻ നാടൻ ബോട്ടുകളെയാണ് ആശ്രയിച്ചിരുന്നത്. കുമ്പിച്ചൽ കടവ് പാലം നിർമ്മിക്കുന്നതിനായി 24,71 ലക്ഷം രൂപ മുതൽ മുടക്ക് കിംഫി ഫണ്ടിൽ നിന്നാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് 253.4 മീറ്റർ നീളവും ഇവിടെ 7 സ്പാനുകളുണ്ട്. ഇതിൽ 2 എണ്ണം കരയിലും ബാക്കി ജലസംഭരണിയിലുമാണ്. 8 മീറ്റർ വീതിയുള്ള റോഡും ഇരുവശങ്ങളും നടപ്പാതകളും ഉണ്ട്. പാലം വന്നതോടെ അമ്പൂരിയുടെ ടൂറിസം സാധ്യത വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. പാലം വന്നതോടെ ജനങ്ങളുടെ സമീപ പ്രദേശങ്ങളുടെയും സൗകര്യം മെച്ചപ്പെടും. ഇതിൻ്റെ സമീപത്തായി നമുക്ക് ഒരു ചർച്ചും കാണാൻ കഴിയും. ഇതിൻ്റെ സമീപത്തായി വീടും ഇവിടെ കാണാം. ഇവിടെ ഉള്ളവർ ബോട്ട് മാർഗമാണ് മറ്റു സ്ഥലത്തേക്ക് പോയിരുന്നതെങ്കിലും ഇവിടെ നമുക്ക് ബോട്ടുകളൊന്നും കാണാൻ കഴിയുന്നില്ല. ഇവിടുത്തെ ജനങ്ങളുടെ ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് ഈ പാലം. ഇവിടെയുള്ളവർ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന് തന്നെ വളരെ ബുദ്ധിമുട്ടിയതായി പറയുന്നു. കുട്ടികൾ സ്കൂളിൽ സമയത്ത് എത്തണമെങ്കിൽ നേരത്തെ തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങേണ്ടതായിട്ട് വരും. എങ്കിൽ മാത്രമേ അവർക്ക് സമയത്ത് സ്കൂളിൽ എത്താൻ കഴിയുകയുള്ളൂ. നമുക്ക് ഇവിടെ ഇറങ്ങാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ നമുക്ക് കുറച്ച് കുഞ്ഞു മീനുകളെയും കാണാൻ കഴിയും. ചെറിയ മീനുകളെ നമ്മൾ കണ്ടുള്ളൂ. വലിയ മീനുകൾ ഒന്നും കാണാനില്ല. ഇതിൻ്റെ സമീപത്തായി നമുക്ക് ഒരു തപാൽ ഓഫീസ് കാണാം. തപാൽ പെട്ടി ഇപ്പോൾ എങ്ങും കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയല്ല. ഇവിടെ തപാൽ പെട്ടി കിടപ്പുണ്ട്. കുട്ടികൾക്ക് ഇത് ഒരു അപൂർവ കാഴ്ചയാകും. നമ്മൾ തിരികെ മടങ്ങുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്തുള്ള ടൂറിസ്റ്റ് പ്ലേസും കൂടി കാണണം. നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചപ്പോഴേക്കും ഉച്ച കഴിഞ്ഞു. നമുക്ക് ഫുഡ് കഴിക്കണം. ഇനി അടുത്തത് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുകയാണ്. ഈ റോഡ് കയറി ജംഗ്ഷൻ എത്തിയപ്പോഴേക്കും അവിടെ നമ്മൾ ഹോട്ടൽ കണ്ടു. അവിടെ കയറി നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. കുട്ടികൾക്ക് കുഴിമന്തിയും മുതിർന്നവർ ചോറുമാണ് ഓർഡർ ചെയ്തത്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാകും. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്യുക. നിങ്ങൾ അമ്പൂരിയിൽ ഈ പാലം കാണാൻ പോയോ? പോയില്ലെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ ഈ പാലം കാണാൻ പോകുക. നിങ്ങൾക്കും ഇഷ്ടപ്പെടും ഈ പാലം. നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു പാലം തന്നെയാണ് ഇത്. കുമ്പിച്ചൽ കടവ് പാലം കണ്ടോ കണ്ടില്ലയോ എന്ന് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തും. ഇതിനോടൊപ്പം ഒരു ലൈക്കും കൂടി. ഫുഡ് കഴിച്ച ശേഷം നമ്മൾ ഇനി അടുത്തത് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. ഇവിടെ നിന്ന് നമ്മൾ നെയ്യാർ ഡാമിലോട്ടാണ് പോകുന്നത്. ആ വീഡിയോ നെക്സ്റ്റ് ഡേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ ഹോട്ടലിൽ കുപ്പിയിൽ മണി പ്ലാന്റ് സെറ്റ് ചെയ്തിരിക്കുന്നു.